Hello students, I am Viji Vijayan, second semester M.Ed Scholar, Department of Education, University of Kerala. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ കൾച്ചറും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസുമാണ്. നമ്മളിന്നിവിടെ പറയാൻ പോകുന്ന ടേംസ് കൾച്ചർ, അക്കൾച്ചറേഷൻ, എൻകൾച്ചറേഷൻ, കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഇനേർഷ്യ ആൻഡ് കൾച്ചറൽ ഡിഫ്യൂഷൻ. ഫസ്റ്റ്, എന്താണ് കൾച്ചർ? കൾച്ചർ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് കൾച്ചറ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അപ്പോൾ കൾച്ചറ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് ടു കൾട്ടിവേറ്റ് എന്നാണ്, വളർത്തിയെടുക്കുക. എന്ത് വളർത്തിയെടുക്കുക? ടു കൾട്ടിവേറ്റ് ഗുഡ് മാനേഴ്സ് ആൻഡ് ഹാബിറ്റ്സ്, നല്ല ശീലങ്ങളും നല്ല രീതികളും വളർത്തിയെടുക്കുക എന്നതാണ് കൾച്ചറ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൾച്ചർ ഈസ് ദാറ്റ് കോംപ്ലക്സ് വോൾ വിച്ച് ഇൻക്ലൂഡ്സ് നോളേജ്, ബിലീഫ്സ്, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റം ആൻഡ് അതർ കേപ്പബിലിറ്റീസ് ആൻഡ് ഹാബിറ്റ്സ് അക്വേർഡ് ബൈ മാൻ ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ മെമ്പർ എന്ന നിലയിൽ മനുഷ്യൻ നേടിയെടുക്കേണ്ട അറിവും വിശ്വാസങ്ങളും കലാരൂപങ്ങളും ദെൻ മോറൽസ്, ലോസ്, കസ്റ്റംസ് ഇവയൊക്കെയാണ് കൾച്ചറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കൾച്ചർ ഈസ് ദ വേ ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ. മനുഷ്യരുടെ ജീവിത രീതിയാണ് കൾച്ചർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം. One of the major aim of education in any society is to impart its cultural heritage. ഏതൊരു സൊസൈറ്റിയുടെയും മെയിൻ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനിലൂടെ എന്ത് ഇമ്പാർട്ട് ചെയ്യുക? ആ സൊസൈറ്റിയുടെ കൾച്ചർ ഇമ്പാർട്ട് ചെയ്യുക. ദെൻ ദ നേച്ചർ ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ കൾച്ചർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്. ഒരു എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അതിലെ ആ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കൾച്ചറിലൂടെയാണ് ആ സൊസൈറ്റിയിലെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. കൾച്ചർ ഈസ് ദ ബിഹേവിയറൽ പാറ്റേൺ ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ ബിഹേവിയറൽ പാറ്റേൺ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ബിഹേവിയറൽ പാറ്റേണിലൂടെയാണ് നമ്മൾ കൾച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൾച്ചർ ഒരു സൊസൈറ്റിയുടെ ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ മോഡിഫൈസ് ഹിസ് ബിഹേവിയർ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ നമ്മുടെ സ്വഭാവം രൂപീകരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ പാറ്റേണും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മോഡിഫൈ ചെയ്യുന്നതാണ്? ഈ ബിഹേവിയറൽ പാറ്റേൺ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ദർ ഈസ് ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. സോ അവിടെ എഡ്യൂക്കേഷനും കൾച്ചറും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാം. അടുത്ത ടേമാണ് അക്കൾച്ചറേഷൻ. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ അക്കൾച്ചറേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് ഓൺ കൾച്ചറൽ ഗ്രൂപ്പ് അഡോപ്റ്റ് ദ ബിലീഫ് ആൻഡ് ബിഹേവിയർ ഓഫ് അനദർ ഗ്രൂപ്പ്. ഒരു സൊസൈറ്റിയുടെ കൾച്ചർ മറ്റൊരു സൊസൈറ്റി അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൊസൈറ്റിയുടെ കൾച്ചർ മറ്റൊരു സൊസൈറ്റിയുടെ കൾച്ചറിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തു ചെയ്യും? ആ ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയുടെ കൾച്ചർ എന്ത് ചെയ്യും? കൾച്ചറും അവരുടെ ബിലീഫ്സും ബിഹേവിയറും ഒക്കെ അഡോപ്റ്റ് ചെയ്യും. അതിനെയാണ് അക്കൾച്ചറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അഡോപ്റ്റിംഗ് ദ കൾച്ചറൽ ട്രേറ്റ്സ് ആൻഡ് സോഷ്യൽ പാറ്റേൺസ് ഓഫ് അനദർ ഗ്രൂപ്പ്. ഒരു അനദർ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ അനദർ സൊസൈറ്റിയുടെ കൾച്ചറൽ ട്രേറ്റ്സും സോഷ്യൽ പാറ്റേൺസും അഡോപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് acculturation. Acculturation is usually in the direction of a minority group adopting habits and language patterns of the dominant group. ഒരു മൈനോറിറ്റി ഗ്രൂപ്പും കാണും, ഒരു ഡൊമിനൻ്റ് ഗ്രൂപ്പും കാണും. ആ ഡൊമിനൻ്റ് ഗ്രൂപ്പിൻ്റെ ഹാബിറ്റ്സും ലാംഗ്വേജ് പാറ്റേൺസും ഒക്കെ ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് അഡോപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൾച്ചറേഷൻ. Acculturation can be reciprocal. That is, the dominant group also adopt the patterns typical of minority group. അതായത് ഈ അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നേരെ തിരിച്ചു ആവാം. അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് ഡൊമിനൻ്റ് ഗ്രൂപ്പിൽ നിന്നും മൈനോറിറ്റി ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ അക്കൾച്ചറേഷൻ റെസിപ്രോക്കൽ ആവാമെന്ന് പറയുമ്പോഴത്തേക്കും ഈ മൈനോറിറ്റി ഗ്രൂപ്പിൻ്റെ
എന്താണ് സോഷ്യൽ പാറ്റേൺസും ബിഹേവിയറും ഒക്കെ ഡൊമിനൻ്റ് ഗ്രൂപ്പും അഡോപ്റ്റ് ചെയ്യാം. ദ ടേം അക്കൾച്ചറേഷൻ യൂസ്ഡ് ടു ഡിനോട്ട് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ in members of a minority group in contact with another dominant culture. അതായത് മൈനോറിറ്റി ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ഡൊമിനൻ്റ് ഗ്രൂപ്പുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും എന്താണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവരുടെ കൾച്ചർ ഈ മൈനോറിറ്റി ഗ്രൂപ്പിലോട്ട് എന്താവും, സ്പ്രെഡ് ആവും. അതിനെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ദ ലേണിംഗ് പ്രോസസ് വെയർ നോളേജ് ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ കൾച്ചർ ടു അനദർ കൾച്ചർ. ഇവിടെ എന്താണ് നടക്കുന്നത്, ഒരു കൾച്ചറിൽ നിന്നും മറ്റൊരു കൾച്ചറിലോട്ട് നോളേജ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. നോളേജ് മാത്രമല്ല അവരുടെ ബിലീഫ്സും ലാംഗ്വേജും ഒക്കെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി അക്കൾച്ചറേഷൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, അഡോപ്റ്റിംഗ് വെസ്റ്റേൺ ഡ്രസ്സിങ് സ്റ്റൈൽ. അതായത് നമ്മുടെ സ്കൂളുകളിലൊക്കെ എന്തായിരുന്നു, പഴയ സമ്പ്രദായം അനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ ഡ്രസ്സിങ് അല്ലെങ്കിൽ യൂണിഫോം രീതിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാലം മാറി വന്നപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, വെസ്റ്റേൺ കൾച്ചറിലുള്ള യൂണിഫോംസ് എന്ത് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ ഇപ്പോൾ ടൈ ധരിക്കുക, ഷൂസ് ധരിക്കുക, അതിനുള്ളിൽ സോക്സ് ധരിക്കുക, ബെൽറ്റ് ഇടുക, ഇതൊക്കെ പുതുതായിട്ട് വന്ന മെത്തേഡാണ്. അപ്പോൾ ഇതെന്ത് ചെയ്തു, വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് നമ്മുടെ കൾച്ചർ എന്ത് ചെയ്തു, അഡോപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നമ്മൾ എന്ത് ചെയ്തു, പഴയ കാലത്തുള്ള ഡ്രസ്സിങ് സ്റ്റൈലല്ല ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വെസ്റ്റേൺ സ്റ്റൈലിൽ നിന്ന് നമ്മൾ കുറച്ച് രീതികൾ അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നു. ഇതാണ് അക്കൾച്ചറേഷൻ. ദെൻ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഇൻ ഫുഡ് ഹാബിറ്റ്സ്. ഇന്ന് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഏതൊരു റെസ്റ്റോറൻറ്റ് ചെന്ന് കഴിഞ്ഞാലും അറേബ്യൻ ഫുഡ്, ചൈനീസ് ഫുഡ് ഇതൊക്കെ കോമൺ ആണ്. പക്ഷേ പണ്ട് കാലത്ത് ഇതൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ കൾച്ചർ എന്ത് ചെയ്യുന്നു, നമ്മൾ അഡോപ്റ്റ് ചെയ്യാണ്. അറേബ്യൻ ഫുഡ് കഴിക്കുക, ചൈനീസ് ഫുഡ് കഴിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അക്കൾച്ചറേഷൻ. നെക്സ്റ്റ് എൻകൾച്ചറേഷൻ. എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ, എൻകൾച്ചറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ പീപ്പിൾ ലേൺ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദെയർ സറൗണ്ടിങ് കൾച്ചർ ആൻഡ് അക്വയർ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ഓർ നെസസറി ഇൻ ദാറ്റ് കൾച്ചർ. എൻകൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഒരാൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ സറൗണ്ടിങ്സിലുള്ള കൾച്ചർ എന്താണ്, എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ആ കുട്ടി എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. സറൗണ്ടിങ്സ് കൾച്ചർ ആൻഡ് അക്വയർ വാല്യൂസ് ബിഹേവിയർ ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ഇൻ ദാറ്റ് കൾച്ചർ. ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ കൾച്ചർ എന്താണോ, ആ സൊസൈറ്റിയുടെ കൾച്ചറിന് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വാല്യൂസും ബിഹേവിയേഴ്സും ഒക്കെ പഠിക്കുന്നു. ഇപ്പം നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള കൾച്ചറുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അഡോപ്റ്റായി. ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ കൾച്ചറിന് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ വാല്യൂസാണ് ആ കൾച്ചറിന് വേണ്ടത്, എന്തൊക്കെ ബിഹേവിയേഴ്സാണ് ആ കൾച്ചറിന് വേണ്ടത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സ്വയം പഠിച്ചു. അത് നമുക്ക് നമുക്ക് അതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ, വൂമ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണെന്ന് പറയാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളെ ആരും പഠിപ്പിച്ചതല്ല ഇവിടുത്തെ കൾച്ചർ എന്താണെന്നോ, അല്ലെങ്കിൽ ഇവിടെ ഇന്ന വാല്യൂസ് വേണമെന്നോ, ഇവിടെ ഇതുപോലെ ബിഹേവ് ചെയ്യണമെന്നോ നമ്മളാരും പഠിപ്പിച്ചതല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, സ്വയം കിട്ടിയതാണ്. Enculturation begins from mother's womb and it is a lifelong process that helps unify people. നമ്മുടെ ഈ എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജനിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണെന്ന് പറയാം. ഇതെന്ത് ചെയ്യും, പീപ്പിളിനെ യൂണിഫൈ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. പീപ്പിളിനെ, അതായത് ഒരുമിപ്പിക്കുന്നതിന് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരു കൾച്ചറാകുമ്പോൾ അവരെന്ത് ചെയ്യും, യൂണിഫൈ ആവും. അതാണ് എൻകൾച്ചറേഷൻ. Then the process of enculturation is related to socialization. സോഷ്യലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. Then it is influenced by parents, adults, peers, ടീച്ചേഴ്സ്, സൊസൈറ്റി, എക്സെട്ര. എൻകൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്, പാരൻസ്. അതായത് നമുക്ക് ആദ്യ പാഠം കിട്ടുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ പാരൻസിൽ നിന്നാണ്. ദെൻ അഡൾട്ട്സ്, നമ്മുടെ മുതിർന്നവരിൽ നിന്ന്. ദെൻ പിയേഴ്സ്, നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൊളീഗ്സിൽ നിന്ന്. ദെൻ ടീച്ചേഴ്സ്, സൊസൈറ്റി, ഇവയിൽ നിന്നൊക്കെയാണ് നമുക്ക് എൻകൾച്ചറേഷൻ്റെ ബേസ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഇഫ് സക്സസ്ഫുൾ എൻകൾച്ചറേഷൻ റിസൾട്ട്സ് ഇൻ കോമ്പറ്റൻസ് ഇൻ ദ ലാംഗ്വേജ്, വാല്യൂസ്, റിച്വൽസ് ഓഫ് ദ കൾച്ചർ. ഒരു എൻകൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സക്സസ് ആയാൽ അത് എന്തിനൊക്കെ ലീഡ് ചെയ്യും, അത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും വാല്യൂസ്, റിച്വൽസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും.
ദെൻ ഇറ്റ് മേ ബി കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്. നമുക്ക് കോൺഷ്യസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻകൾച്ചറേഷൻ കിട്ടും. ദെൻ അൺകോൺഷ്യസ് ആയിട്ട് നമ്മളിൽ അത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബോധപൂർവമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൾച്ചറൽ വാല്യൂസും ബിഹേവിയേഴ്സും ഉണ്ട്. പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്ന വാല്യൂസും ഉണ്ട്. നെക്സ്റ്റ് ടേം ആണ് കൾച്ചറൽ ലാഗ്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ ഈസ് നോൺ ആസ് കൾച്ചറൽ ലാഗ്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കൾച്ചറാണുള്ളത്, രണ്ട് സംസ്കാരമാണ് ഉള്ളത്. ഒന്ന് മെറ്റീരിയൽ കൾച്ചറും ഒന്ന് നോൺ മെറ്റീരിയൽ കൾച്ചറും. എന്താണ് മെറ്റീരിയൽ കൾച്ചർ അഥവാ ഭൗതിക സംസ്കാരം? ദെൻ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഭൗതികമല്ലാത്ത സംസ്കാരം. അപ്പോൾ നമ്മുടെ ഭൗതിക സംസ്കാരത്തിൽ വരുന്നത്, മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത് എക്കണോമിക്, ടെക്നിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത്. അതുപോലെ തന്നെ നോൺ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത് വാല്യൂസ്, ബിലീഫ്സ്, കസ്റ്റംസ് ഇതൊക്കെയാണ് നമ്മുടെ നോൺ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The term cultural lag refers to an imbalance in the culture of a society due to different rate of changes happening in the material and non-material aspect of culture. ഇപ്പോൾ മെറ്റീരിയൽ കൾച്ചറിന് മാറ്റങ്ങൾ വന്നാൽ, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ടെക്നോളജിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും ഇൻഡസ്ട്രിയലായിട്ടും ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഡെവലപ്പ് ആവുന്നില്ല, നമ്മുടെ നോൺ മെറ്റീരിയൽ കൾച്ചർ ഡെവലപ്പ് ആവുന്നില്ല. അത് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ കുടുംബം, ഫാമിലി വരാം, നമ്മുടെ ലാംഗ്വേജ് വരാം, നമ്മുടെ ബിലീഫ്സ് വരാം, വാല്യൂസ് വരാം, കസ്റ്റംസ് വരാം. ഇതൊന്നും നമ്മുടെ മെറ്റീരിയൽ കൾച്ചറിനൊപ്പം ഡെവലപ്പ് ആകുന്നില്ല. ഈ ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, കൾച്ചറൽ ലാഗ്. അല്ലെങ്കിൽ ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് കൾച്ചറൽ ലാഗ്. മെറ്റീരിയൽ കൾച്ചറിനൊപ്പം നോൺ മെറ്റീരിയൽ കൾച്ചർ ഡെവലപ്ഡ് ആകാതിരിക്കുന്നതിനുള്ള ഒരു ലാഗ്, അതാണ് കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദ ടേം കൾച്ചറൽ ലാഗ് ഈസ് കോയിൻഡ് ബൈ US സോഷ്യോളജിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ വില്യം ഓഗ്ബൺ ഇൻ 1922. വില്യം ഓഗ്ബൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. കൾച്ചറൽ ലാഗ് ഈസ് വെരി കോമൺ ഇൻ ഓൾ സൊസൈറ്റീസ്. കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ കോമൺ ആണ്, എല്ലാ സൊസൈറ്റിയിലും കോമൺ ആണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, അതായത് ടെക്നോളജിക്കലായിട്ട് ഒത്തിരി മാറ്റം ഉണ്ടെങ്കിലും ഇന്നും പഴയ കാര്യങ്ങളൊക്കെ ചേർത്ത് പിടിച്ചിരിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി മീൻസ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. അതായത് എഡ്യൂക്കേഷനാണ് ഇതിനുള്ള ഒരേ ഒരു മാർഗം. അതായത് കൾച്ചറൽ ലാഗ് കുറയ്ക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ബെറ്റർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ കൾച്ചറൽ ലാഗിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറിങ് ആറ്റിറ്റ്യൂഡ് ഫൗണ്ട് ഇൻ വേരിയസ് ഗ്രൂപ്പ്സ് അബൌട്ട് ജോബ്സ് ദാറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ വുമൺ. അതായത് നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെയാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ഒരു ജോബിൻ്റെ കാര്യം വരുമ്പോൾ, ഒരു ജോലിയുടെ കാര്യം വരുമ്പോൾ ആൺകുട്ടികൾക്ക് ഇന്ന ജോലിയേ ചെയ്യാവുള്ളൂ, ആൺകുട്ടികൾ ഇന്ന ജോലി മാത്രം ചെയ്യണം, പെൺകുട്ടികൾക്ക് ഇന്ന ജോലികളാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഈ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഡിഫറൻസ് വരും, അല്ലെങ്കിൽ എന്നുള്ളൊരു വേർതിരിവ് വരും. ഇതിനെയാണ് കൾച്ചറൽ ലാഗിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ മെറ്റീരിയൽ കൾച്ചർ വളർന്നുവെങ്കിലും നമ്മുടെ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള കുറച്ച് വാല്യൂസൊക്കെ അതിനൊപ്പം വളർന്നിട്ടില്ല. അതാണ് കൾച്ചറൽ ലാഗ്. ദെൻ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, ചെക്കിംഗ് ഹൊറോസ്കോപ്സ് ഫോർ മാരേജ് റാദർ ദാൻ ചെക്കിംഗ് ദ ഹെൽത്ത് ആൻഡ് മെൻ്റൽ സ്റ്റാറ്റസ് ഓഫ് ദ പീപ്പിൾ. അതായത് പണ്ട് തൊട്ടേ ഉള്ള ആചാരമാണല്ലേ ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഹൊറോസ്കോപ്പ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിന് പകരം ഇന്ന് പല സൈക്കോളജിസ്റ്റും പറഞ്ഞിട്ടുള്ളതാണ് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഹെൽത്തും മെൻ്റൽ സ്റ്റാറ്റസും ചെക്ക് ചെയ്യണം. പക്ഷേ അതൊരിക്കലും നമ്മൾ ചെയ്യാറില്ല. ഇപ്പോഴും ആ പഴയ രീതി തന്നെ തുടർന്നു വരുന്നു. ഇപ്പോഴും ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ അവരുടെ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ, അവരുടെ ഹൊറോസ്കോപ്പ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇതാണ് കൾച്ചറൽ ലാഗിന് എക്സാമ്പിൾ. നെക്സ്റ്റ്, കൾച്ചറൽ ഇനേഷ്യ.
Cultural inertia refers reaction to social change such as those caused by immigration. ഇമിഗ്രേഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു സോഷ്യൽ ചേഞ്ചിനെതിരെ ഉള്ള ഒരു റിയാക്ഷനാണ് കൾച്ചറൽ ഇനേഷ്യ എന്ന് പറയുന്നത്. കൾച്ചറൽ ഇനേഷ്യ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസയർ ടു അവോയ്ഡ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിനെ അവോയ്ഡ് ചെയ്യുക എന്നതാണ് കൾച്ചറൽ ഇനേഷ്യ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ചേഞ്ചിനോടുള്ള ഒരു റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ റാപ്പിഡായിട്ട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് ഏത് കാര്യത്തിലായാലും, ടെക്നോളജി ആയാലും എക്കണോമിക് ആയാലും ഇൻഡസ്ട്രിയൽ ആയാലും റാപ്പിഡായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ചേഞ്ചിന് എതിരെ പോകാൻ പറ്റാതെ പഴമയിൽ തന്നെ നിൽക്കുക, അതാണ് കൾച്ചറൽ ഇനേഷ്യ. കൾച്ചറൽ ഇനേഷ്യയ്ക്ക് ഒരു എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് ടു യൂസ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഓഫീസേഴ്സ് വെൻ വെയർ ഇൻട്രൊഡ്യൂസ്. അതായത് നമ്മുടെ ഓഫീസുകളിൽ പണ്ട് കാലത്ത് കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന ആ സമയത്ത് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ മടിയായിരുന്നു. കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആൾക്കാരെ നമുക്കറിയാം. ബിക്കോസ് കമ്പ്യൂട്ടേഴ്സ് വരുമ്പോൾ അവർ വിചാരിച്ചിരുന്നത് ആളുകളുടെ ജോലി പോവും, അല്ലെങ്കിൽ തൊഴിലിൻ്റെ അവസരങ്ങൾ കുറയും. ഇതൊക്കെയാണ് അവർ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാതെ ഒരു ഓഫീസും ഇന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതിയിലിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ കൾച്ചറൽ ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച് എന്നും പറയാം. അതാണ് കൾച്ചറൽ ഇനേഷ്യ. നെക്സ്റ്റ്, കൾച്ചറൽ ഡിഫ്യൂഷൻ. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ടേം? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? വ്യാപിക്കുക. അപ്പോൾ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചർ വ്യാപിക്കുക, സംസ്കാരം വ്യാപിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സംസ്കാരം വ്യാപിക്കുന്നതിനെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ ഈസ് ദ സ്പ്രെഡ് ഓഫ് കൾച്ചറൽ ഐറ്റംസ് സച്ച് ആസ് ഐഡിയാസ്, സ്റ്റൈൽസ്, റിലീജിയൻസ്, ടെക്നോളജീസ്, ലാംഗ്വേജസ്. അതായത് ഒരു സ്ഥലത്തെ എന്തൊക്കെ കൾച്ചറൽ ഐറ്റംസ് ആയ ഐഡിയാസ്, സ്റ്റൈൽസ്, ലാംഗ്വേജസ്, റിലീജിയൻസ്, ടെക്നോളജീസ് ഇവയെല്ലാം ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് വ്യാപിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിക്കുക. ഇതിനെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ മീൻസ് ദ അക്സെപ്റ്റൻസ് ഓഫ് കൾച്ചറൽ പാറ്റേൺസ് ഫ്രം അനദർ ഗ്രൂപ്പ്. മറ്റൊരു ഗ്രൂപ്പിൽ നിന്ന് അവരുടെ കൾച്ചറൽ ഐറ്റംസ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇവരിലേക്ക് മറ്റൊരു ഗ്രൂപ്പിലേക്ക് വ്യാപിക്കുക. ഇതാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ നമ്മുടെ ഇന്ന് ലോകം എമ്പാടും ക്രിസ്ത്യൻസ് ഉണ്ട്. ഇത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഡിഫ്യൂസ് ചെയ്തതാണ്. അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ഒരിടത്ത് ഡെവലപ്പ് ചെയ്ത ക്രിസ്ത്യൻസിൻ്റെ വാല്യൂസ്, ബിഹേവിയേഴ്സ് എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റിടങ്ങളിലേക്ക് ഡിഫ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഏതൊക്കെ ടേമാണ് പഠിച്ചത്? അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന ടേം പഠിച്ചു. എന്താണ് അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കൾച്ചറൽ ഗ്രൂപ്പിൻ്റെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുന്നു. മറ്റൊരു ഗ്രൂപ്പിൻ്റെ ഒരു സൊസൈറ്റിയുടെ കൾച്ചർ മറ്റൊരു സൊസൈറ്റി അഡോപ്റ്റ് ചെയ്യുന്നു. ഒരു സൊസൈറ്റിയുടെ കൾച്ചർ മറ്റൊരു സൊസൈറ്റി അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ് എൻകൾച്ചറേഷൻ. എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ എന്തൊക്കെ വാല്യൂസും ബിഹേവിയേഴ്സും വേണമെന്ന് നമ്മൾ തന്നെ പഠിക്കുന്നതാണ് എൻകൾച്ചറേഷൻ. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ദെൻ എന്താണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്? മെറ്റീരിയൽ കൾച്ചറിൽ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റ് എവിടെ ഉണ്ടാകുന്നില്ല? നോൺ മെറ്റീരിയൽ കൾച്ചറിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ ഒരു ലാഗ് ഉണ്ടാവുന്നു. ഇതിനെയാണ് കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് കൾച്ചറൽ ഇനേഷ്യ ആയിരുന്നു പറഞ്ഞത്. കൾച്ചറൽ ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതുമയുള്ള കാര്യങ്ങൾ വന്നെങ്കിലും ഇപ്പോഴും പഴമയെ പിടിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്? കൾച്ചറൽ ഇനേഷ്യ എന്ന് പറയുന്നത്. റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്, അതായത് ഒരു ചേഞ്ചിനോടുള്ള വിമുഖത, ഒരു ചേഞ്ച് ചെയ്യാൻ വയ്യ, അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ, അതാണ് കൾച്ചറൽ
ഇനേഷ്യ എന്ന് പറയുന്നത്. ഇനി കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് പലയിടത്തു നിന്നുള്ള കൾച്ചർ നമ്മൾ സ്വീകരിക്കുന്നു. ഇതാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നുള്ള കൾച്ചർ മറ്റിടങ്ങളിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ വ്യാപിക്കുന്നു. ഇതിനെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.